പടം കണ്ടത് നിങ്ങൾ തന്നെ പറയും. ഞാനത് കുറെ കണ്ടതാണ്. അമ്മേരേട്ടൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ടുണ്ട്. കാരണം സെവൻസിന് റൺബേബിലും ചെറിയ ചെറിയ വേഷങ്ങളാണ് ചെയ്തത്. ഇതില് നയനായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇതില് ശരിക്കും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് പടത്തിന് വേണ്ടി. ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്, പണിയെടുത്തിട്ടുണ്ട് എന്തായാലും. കാരണം പിന്നെ അതുപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റിന്റെ പേര് പറയാം. നിവേദ്യം പടത്തിലൊക്കെ നമ്മൾ വില്ലനായിട്ട് കണ്ട പത്മേട്ടൻ നല്ലൊരു ക്യാരക്ടർ വേഷം ചേട്ടൻ്റെ പെർഫോമൻസ്. പിന്നെ പുതുമുഖങ്ങളായിട്ട് വന്ന എല്ലാ ആർട്ടിസ്റ്റുകളും ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തു. പിന്നെ പാട്ടുകളാണെങ്കിലും പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിട്ട് അഭിനയിച്ച ആള് ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തു. ഒരു നാട്ടിൻപുറം എല്ലാം കൊണ്ടും ഇതൊരു കഥ ആദ്യമായിട്ടാണ് മലയാളത്തിൽ വരുന്നത്. ഇപ്പൊ എല്ലാം നാട്ടിൻപുറത്തെ കഥകളാണല്ലോ വരുന്നത്. പിന്നെ ഒരു ചെറിയൊരു സന്ദേശമുണ്ട് ഈ പടത്തിൽ. മനുഷ്യന്മാരാണ് ഏറ്റവും വലിയ വില്ലന്മാര്. കാരണം കാട്ടിൽ പോയിട്ട് മൃഗങ്ങളെ ഉപദ്രവിക്കുകയാണല്ലോ ചെയ്യുന്നത്. അതിന്റെ സന്ദേശമുണ്ട്, ഒരു മെസ്സേജ് ഉണ്ട് ഈ പടത്തിൽ. കാരണം അവര് ഇങ്ങോട്ട് വരുന്നില്ല ഉപദ്രവിക്കാൻ, നമ്മൾ അങ്ങോട്ട് ആനയാണെങ്കിലും മൃഗങ്ങളെ ഉപദ്രവിക്കാനായിട്ട് പോകുന്നതിന്റെ ഒരു സന്ദേശം തന്നെ ഈ പടത്തിലുണ്ട്. പടം കണ്ട് ഞെട്ടിയിരിക്കണേ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫൈറ്റ് ഒരു രക്ഷയില്ല. ആ ഫോറസ്റ്റ് സീക്കറുള്ള ഫൈറ്റ് അറിയാം. എന്താ പറയാ, ഫൈറ്റ് പെർഫോമൻസ് ഒക്കെ എന്നാലും ആ ഫോറസ്റ്റ് കിടന്നിട്ടുള്ള ആ ഫൈറ്റ് ആ ഫോറസ്റ്റ് കിടന്ന് ഫൈറ്റ് ചെയ്യണല്ലേ. അതേപോലെ പേരൊക്കെ ചെയ്യാൻ പറ്റും. റിസ്കി ഷോട്ടുകൾ പുള്ളി എടുക്കാറുണ്ട്. പുള്ളിക്ക് ഇങ്ങനെ നായികമാരെ കറക്കുക, ഇങ്ങനെ അടിക്കുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പുള്ളിക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ഫൈറ്റ് സീൻ എടുക്കാൻ പറ്റില്ല. ഫൈറ്റ് സീൻ താനിക്ക് ചെയ്യാൻ പറ്റുന്നു. പുള്ളിയുടെ ആനയിലിട്ടൊരു പടം ഇറങ്ങുന്നുണ്ട്, കാട്ടാനയും പെരേരയും അല്ലേ. കാട്ടാനെ ഓടിച്ചിട്ടുണ്ട്. ഞാൻ പറയാം, കാട്ടാനെ ഓടിച്ചിരുമ്പോ പെരേര ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കാട്ടാന്റെ കൊമ്പിൽ പിടിച്ചിട്ട് പെരേര ഇങ്ങനെ ആ കാട്ടാനെ മറിച്ചിടണേ. അല്ല കഥ പറഞ്ഞു. അല്ല റിസ്ക് എടുക്കാനായിട്ട് അമീറേട്ടനൊക്കെ തയ്യാറായപ്പോ ഇതുപോലെ നായകന്മാരെ ഇനിയും വരട്ടെ എന്ന്. റിസ്ക് എടുക്കുന്ന വേഷം ചെയ്യാൻ പുള്ളിക്ക് പേടിയാ. കാരണം വിഷ്ണു നായകനാവുന്ന ഒരു പടത്തിൽ തന്നെ റിസ്ക് എടുക്കുന്ന വേഷം പറഞ്ഞിട്ട് റിസ്ക് എടുക്കാൻ പറ്റൂല. ഒന്നിനും റിസ്ക് എടുക്കാൻ പറ്റില്ല. അതാണ് പുള്ളിയുടെ പ്രശ്നം. പക്ഷെ പടം എന്തായാലും ഗംഭീരമാണ്. നമുക്കൊരു വൈൽഡ് ഗെയിം എന്റർടൈൻമെന്റ് എന്ന് തന്നെ പറയാം. ഒരു പടം എല്ലാ പ്രേക്ഷകരും സ്വീകരിക്കണം. പടത്തിൽ നല്ല രീതിയിൽ അധ്വാനിച്ചിട്ടുണ്ട്. കാരണം അമീറേട്ടന്റെ ഒരുപാട് പടങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷെ നായക വേഷം ഇത് ആദ്യമായിട്ട് നമ്മൾ കാണും. ഇല്ല, പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞൊരു പടം വന്നിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ. ഞാൻ പോയി കാണുന്ന പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞ പടത്തിൽ നല്ല ഒരു ക്യാരക്ടർ വേഷം അതിന് ആദ്യമായിട്ട് വന്നത്. പക്ഷെ അത് നായകനായിരുന്നു. ആ പടത്തിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. സെവൻസ് ചെയ്തു, അങ്ങനെ ഒരുപാട് മൂവീസ്. സെവൻസിലും റൺബേബിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്ന വേഷമാണ്. ഇത് കൂടാണ്ട് ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് തന്നെ ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. നായകവേഷമുള്ളൊരു ക്യാരക്ടർ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. നായകവേഷമുള്ളൊരു ക്യാരക്ടർ. പിന്നെ അതിനോട് വർക്കൗട്ട് ചെയ്ത്, ബോഡിയൊക്കെ വർക്കൗട്ട് ചെയ്ത്. പിന്നെ ഈ പടം ഇറങ്ങുമ്പോൾ ചിലപ്പോൾ വിവാദം പോകാന്നറിയില്ല. കാട്ടുപോത്തായിട്ടാണ് ഫൈറ്റ്. അപ്പൊ അതുകൊണ്ട് വിവാദം പോകാന്നറിയില്ല. ശേഷം ഒരു വേൾഡ് മൂവി എന്ന് തന്നെ പറയാം. ഏതായാലും ഈ സിനിമ ഇറങ്ങുമ്പോൾ ഇനി വിവാദം കാട്ട് പോത്തെന്നാ പറഞ്ഞറിയോ. നല്ലോണം ആക്സിഡന്റ് കാണാലോ. കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ല ഞാൻ ചോദിക്കുന്ന ഒരു ത്രെഡ് വൈസ് നമുക്ക് കുഴപ്പമില്ലാത്തൊരു ഇതായിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. അല്ല കണ്ടിട്ടെന്ന് തോന്നുന്നത് നിങ്ങൾ പറയും. ഒരുപാട് കുറേ നാൾ നമ്മൾ കഷ്ടപ്പെട്ടു. ഇല്ല, നമുക്ക് ഒറിജിനലായിട്ട് കുറേ പണി ഉണ്ടാവുന്നുണ്ട്. ഒറിജിനൽ അങ്ങനെ വെക്കാൻ പറഞ്ഞപ്പോൾ ഡമ്മി ഗ്രാഫിക്സ് വന്നിട്ടുണ്ട്. പിന്നെ ഉപയോഗിക്കാത്ത സീനൊക്കെ 1-2 വരുന്നുള്ളൂ. അതൊക്കെ നമ്മുടെ ഒരു പരിചയമുള്ള അവരെ ഡയറക്ടറിൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരാൾ വന്നിട്ടാണ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഒരു 5-8 ഷോക്കിൽ കളിപ്പിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും. പീച്ചിയിലാണ് ഫോറസ്റ്റ്, മറ്റേ തൃശ്ശൂർ പീച്ചിയിൽ. അല്ല നമുക്കൊരു ടൈമിംഗ് ഉണ്ട്. ഇപ്പോൾ ആ കാടാണെന്നുണ്ടെങ്കിൽ അതിന് പെർമിഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് കാടിൻ്റെ അകത്തേക്ക് കയറണം. വൈകിട്ട് 6 മണിക്കുള്ളിൽ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം. ഒരു ബോർഡർ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പടത്തിൽ തന്നെ കാണിക്കുന്ന ഒരു ബോർഡർ ഉണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്യാനാണെങ്കിൽ ഒരു 10-15-20 മിനിറ്റ് നടന്ന അകത്തേക്ക് കയറണം. അതുപോലെ തന്നെ അത്രയും ക്രൂവും ഈ സാധനമൊക്കെ ആയിട്ടാണ് അങ്ങോട്ട് പോവുക. ഇതൊക്കെ ആയിട്ട് അപ്പോൾ അതുപോലെ തന്നെ അതെടുത്ത് തിരിച്ച് വരണം. 6 മണിക്ക് ബോർഡിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം. അപ്പം ഇതൊക്കെ എടുത്തിട്ട് തന്നെ ചെയ്യുന്നതല്ലേ. ലിമിറ്റ് പീരീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളിൽ ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ടാസ്ക്കാണ്. കാര്യം ഫോറസ്റ്റിന്റെ പെർമിഷൻ, പിന്നെ പടം റിലീസാണ്, ആനിമൽ വെൽഫെയർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കുറേ ഉണ്ടായിരുന്നു. അല്ല
ആ സെക്ഷനൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ കുറേ ഉണ്ടായിരുന്നു. അതിൻ്റെ ഓരോ അറിയാലോ നല്ലൊരു മൃഗത്തിൻ്റെ അതിൻ്റെ പുറകിൽ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഓടിയിട്ടുണ്ട്. പിന്നെ എന്ത് ഓക്കെ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിയേറ്ററിൽ എത്തിയില്ല. നമ്മളൊരു 3-ാം ദിവസം തന്നെ ഇതൊരു ഡ്രോപ്പ് ആകുന്നുള്ളൊരു ഇതിൽ പറ്റില്ല എന്നുള്ളൊരു ഇതിൽ നിന്നതാണ്. ഇതൊരു കുറച്ചുകൊണ്ട് അനുഗ്രഹം കൊണ്ട് ഇത് ഇവിടെ വരെ എത്തി. കുറച്ചാണെങ്കിലും കുറച്ച് ഷോസ് കിട്ടി. എന്തായാലും എത്തി റിലീസ് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ടാവും. കാട്ടാനയുടെ ഷൂട്ട് കാണിക്കുന്നുണ്ടല്ലോ, കൂടാതെ നല്ല ഗ്രാഫിക്സ് അല്ലാണ്ട് ഇതൊന്നും അതിൽ തന്നെ അറിയാം. നമുക്ക് ബഡ്ജറ്റിലൊന്നും കയറ്റാൻ പറ്റില്ല. പക്ഷേ നമ്മൾ തന്നെ കാട്ടിക്കരുത്. അല്ല അവിടെ ആന ആ ടൈമിൽ നമ്മൾ ഷൂട്ട് ചെയ്തപ്പം മറ്റേ കമ്പിയിലൊക്കെ എടുത്ത് ഒരു കമ്പിയിലൊക്കെ എടുത്തിട്ട് ആന ഷോക്ക് അടിച്ച് മരിച്ച സമയത്ത് ആ ടൈമിലൊക്കെ അവിടെ ഉണ്ട് കാട്ടാനയുടെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അവിടെ. കറക്റ്റ് ഡേയ്സ് പറഞ്ഞിട്ട് റീഷൂട്ട് കുറേ നടന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഡേറ്റ് ഷൂട്ട് എന്തായാലും ഒരു ഇതിലേക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കാണുക പടം. ഓക്കെ താങ്ക് യു. ഡയറക്ടർ വന്നിട്ടില്ല, ഡയറക്ടർ തൃശ്ശൂർ ആയതുകൊണ്ട് അവിടെയാണ്. അതെ അപ്പോൾ അവിടെ ആയിരുന്നു. ഓക്കെ ഓക്കെ താങ്ക് യു.